India Vision presenting City Gold and Diamonds Mega Family Event and Entrepreneurs Meet. കാസർഗോഡ് ഇന്ന് വരെ നടന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഫാമിലി ഇവന്റ്. Chairman of City Gold and Diamonds ഞങ്ങളുടെ സ്വന്തം കരീച്ചനെ ഒരു വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യാണ്. 25 വർഷങ്ങളായിട്ട് കാസർഗോഡിന്റെ മണ്ണിൽ ഇതാ ഗോൾഡിന്റെ പ്യൂരിറ്റി അറിയിച്ചു മുന്നേറുന്ന സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്വന്തം ചെയർമാൻ ഞങ്ങളുടെ ഇന്നത്തെ മെഗാ ഫാമിലി മീറ്റിൽ എത്തുന്നു ഞങ്ങളുടെ സ്വന്തം അബ്ദുൽ കരീം സർ. വിശ്വാസ്യതയുടെ മുഖമാണ് കഴിഞ്ഞ 25 വർഷങ്ങളായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. സ്വർണം എന്ന് പറയുന്നത് ഒരു ആഡംബരമല്ല, സമ്പാദ്യമാണ്, നിക്ഷേപമാണെന്ന് ഓരോ കാസർഗോഡുകാരനെയും തെളിയിച്ച ഈ മുഖം ഇന്നും നമുക്ക് കാണുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ് തരുന്നത്. കാരണം ഇന്നിതാ നമ്മുടെ കേരളത്തിലും ബാംഗ്ലൂരിലും കർണാടകയിലും ഒക്കെ ആയിട്ട് 5ഓളം ഔട്ട്ലെറ്റ്സുമായിട്ട് സിറ്റി ഗോൾഡ് ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ലോകം മുഴുവനുമുള്ള ഇന്റർനാഷണൽ ക്വാളിറ്റിയിലുള്ള കളക്ഷൻസും സെലക്ഷൻസുമാണ് സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓരോ ഷോറൂമിലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ പറഞ്ഞതുപോലെ സ്വർണം അല്ലെങ്കിൽ ഗോൾഡ്, വെള്ളി, ഡയമണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരേ ഒരു പേര് സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അതിന്റെ നമ്മുടെ സാരഥിയായ നമ്മുടെ സ്വന്തം കരീം ഖാൻ നമ്മൾ സ്നേഹത്തോട് വിളിക്കുന്നത് ചെയർമാൻ ഓഫ് ദ സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അബ്ദുൽ കരീം സർ ഞങ്ങളോടൊപ്പം ഉണ്ട്. ഞങ്ങളുടെ മെമെന്റോ സ്വീകരിച്ച് ഞങ്ങളുടെ സ്നേഹം ഏറ്റുവാങ്ങണമെന്ന് സാറിനോട് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യാണ്. ക്യാൻ വി ഹാവ് ദ മെമെന്റോ പ്ലീസ്? മെമെന്റോ സ്വീകരിച്ച് അദ്ദേഹം ഇതാ ഞങ്ങളുടെ ആദരം ഇവിടെ അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ്. നല്ലൊരു കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ കഴിഞ്ഞ 25 വർഷമായിട്ട് നമ്മുടെ മലബാറിനെ സ്വർണത്തിൽ അണിയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ചെയർമാൻ അബ്ദുൽ കരീം സർ. താങ്ക് യു സോ മച്ച്. ജലീലിക്കയോട് ഒരു വലിയ നന്ദി പറയണം. സർ ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ജലീലിക്ക. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഹിയർ. ഇനി ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും റോൾ മോഡലായിട്ട് ബിസിനസ് സ്വപ്നം കാണുന്ന ഓരോ ആളും ഏറ്റവും വലിയ മാതൃകയായിട്ട് നോക്കിക്കാണുന്ന ഒരു മുഖം കൂടിയാണ് സാറിൻ്റെത്. 25 വർഷമായിട്ട് വിജയത്തിന്റെ പാത മാത്രം തെളിയിച്ചിങ്ങനെ സിറ്റി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സുമായിട്ട് ഇപ്പൊ അടുത്ത തലമുറയിലേക്ക് അവരുടെ ഒരു വലിയൊരു സപ്പോർട്ടും ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. മക്കൾ രണ്ടുപേരും ഈ ഒരു മേഖലയിൽ സാറിനോടൊപ്പം ഉണ്ട്. ശരിക്കും ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത്, പക്ഷെ സാറിന്റെ വിജയ രഹസ്യം ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാരണം കാസർഗോഡത്തെ ഓരോ ആളും കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യമാണ്. സോ ആ ഒരു വിജയ രഹസ്യം എന്താണ് സർ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട നമസ്കാരം. സിറ്റി ഗോൾഡ് 25ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്താണ് സിറ്റി ഗോൾഡിന്റെ വളർച്ചയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുമ്പുള്ള ജനങ്ങളുടെ ഞങ്ങളെ ഉറപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ വളർച്ച. 25 വർഷം മുമ്പ് സ്വർണ്ണ മേഖലയിലേക്ക് ഞങ്ങൾ കാലെടുത്ത് വെച്ചപ്പോൾ ജനങ്ങൾക്ക് എത്രത്തോളം പ്യൂരിറ്റി, ശുദ്ധമായ സ്വർണം നൽകാൻ പറ്റുമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത. അത് ഞങ്ങൾക്ക് ഒരു സംശയമില്ലാതെ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു എന്നതിൽ അതിയായ സന്തോഷം മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട കാസർഗോഡിന്റെ ജനങ്ങൾക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഇനിയും നമ്മുടെ കാസർഗോഡിന് ഒരുപാട് വികസന രംഗത്ത് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. റിയൽ ഇന്ത്യ വിഷൻ ഇതിന്റെ ആലോചന യോഗം ചേർന്നപ്പോൾ തന്നെ അവിടെ ചർച്ച ചെയ്യപ്പെട്ടത് കാസർഗോഡിന്റെ നഗരത്തിന് എങ്ങനെ രാത്രിയെ പകലാക്കിയെടുക്കാം എന്നതായിരുന്നു ആദ്യത്തെ ചോദ്യം. തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടായ്മ എല്ലാ മേഖല ഉണ്ടായാൽ അത് നമുക്ക് സാധിച്ചെടുക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം ഈ കലാപരിപാടിയൊക്കെ ഒരു 10 വർഷം അങ്ങോട്ട് ഞാൻ ചിന്തിച്ചാൽ ഒന്നും നേരായ രീതിയിൽ തീരാറില്ല. കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെയായി അവസാനിക്കുന്ന ഒരു കാലങ്ങളായിരുന്നു അന്ന്. ഇന്ന് അതൊക്കെ മാറ്റിമറിച്ച് വളരെ സുന്ദരമായ കലാപരിപാടികൾ ഇന്ന് തന്നെ ഇവിടെ
ഗൾഫിലും കേരളത്തിലും ഗൾഫിന്റെ മണ്ണിലൊക്കെ പ്രശസ്തരായ ഒരുപാട് കലാകാരന്മാർ, അക്ബർ ഖാൻ അടക്കമുള്ള മറ്റൊരുപാട് കലാകാരന്മാരൊക്കെ നമ്മുടെ മുമ്പിൽ വളരെ ധൈര്യത്തോടെ നമ്മൾ സന്തോഷിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് നാട്ടിന്റെ ഐക്യത്തിന്റെ ആസ്വദിക്കാനുള്ള ഒരു മനസ്സിന്റെ ഒരു ഗുണമാണ് എന്ന് നമ്മൾ കരുതിയേ പറ്റൂ. തീർച്ചയായിട്ടും റിയൽ ഇന്ത്യ വിഷൻ എന്നിവരൊരുക്കിയ ഈ സായംസന്ധ്യ ഈ ഫാമിലി മീറ്റ് എന്തുകൊണ്ടും കാസർഗോഡ് ഒരു പുതിയൊരു മുഖമാണ് തന്നിട്ടുള്ളത്. ഇനിയും ഒരുപാട് ഇങ്ങനെയുള്ള കലാപരിപാടികൾ ഒരുക്കാനുള്ള മനസ്സ് സംഘാടകർക്ക് ഉണ്ടാവട്ടെ. ഇതിന്റെ മുമ്പിൽ ഇതിന്റെ ചെയർമാനായി എൻ്റെ സുഹൃത്തും ജലീൽ കോയ സാഹിബ് എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഇതൊരു വൻ വിജയമാകുമെന്ന് കണക്ക് കൂട്ടിയിരുന്നു. തീർച്ചയായിട്ടും ഇത് കാസർഗോഡിന് ചരിത്രത്തിൽ എഴുതി വെക്കേണ്ട ദിവസമായി മാറിയിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞോടൊപ്പം എല്ലാവിധ ഈ സംഘാടകർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും. താങ്ക് യു.